ഹലോ ഫ്രണ്ട്സ്, ജയസൂര്യ നായകനായ ആട് 3 എന്ന് പറയുന്ന സിനിമയുടെ അവസാന നാളുകളാണല്ലോ ഇനി വരാൻ പോകുന്നത്. ഇനി കുറച്ച് നാളുകൾ മാത്രമേ ആട് 3 എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിൽ ഓടുകയുള്ളൂ. അപ്പോൾ ആട് 3 എന്ന സിനിമയുടെ OTT സംഭവങ്ങളെ കുറിച്ചുള്ള ഒരു വലിയ അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ അപ്ഡേറ്റ് പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ വാഴ 2 എന്ന സിനിമയുടെ ഇന്ന് വരെയുള്ള കളക്ഷൻ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വിജയ് നായകനാവുന്ന ജനനായകൻ എന്ന സിനിമയ്ക്ക് ഒരു വമ്പൻ പണി കിട്ടിയിട്ടുണ്ട്. ആ പണി സിനിമയെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്നും ഈ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ തന്നെ കാണാൻ ശ്രമിക്കുക. വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ആട് 3 എന്ന സിനിമയുടെ റണ്ണിങ് ഇതുവരെ കഴിയാനായിരിക്കുകയാണ്. ഇനി കുറച്ച് റണ്ണിങ്ങുകൾ മാത്രമേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആട് 3 എന്ന് പറയുന്ന സിനിമ പെട്ടെന്ന് തന്നെ OTTയിൽ വരാൻ പോവുകയാണ്. എനിക്ക് കിട്ടിയ വിവരങ്ങൾ പ്രകാരം ആട് 3 എന്ന് പറയുന്ന സിനിമ OTTയിൽ വരാൻ പോകുന്നത് ജിയോ ഹോട്ട്സ്റ്റാറിലായിരിക്കുമെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങളിലൂടെ വ്യക്തമാകുന്നത്. കൂടുതൽ വരാൻ സാധ്യതയുള്ള പ്ലാറ്റ്ഫോമും അത് ജിയോ ഹോട്ട്സ്റ്റാർ തന്നെയാണ്. അതുപോലെ തന്നെ അതിന്റെ സാറ്റലൈറ്റ് അവകാശം വരാൻ പോകുന്നത് ഉറപ്പായിട്ടും ഏഷ്യാനെറ്റിൽ തന്നെ ആയിരിക്കും. ഇത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. സാറ്റലൈറ്റ് അവകാശം വരാൻ പോകുന്നത് ഏഷ്യാനെറ്റിൽ തന്നെ ആയിരിക്കും ആട് 3 എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ആട് 3 എന്ന് പറയുന്ന സിനിമയുടെ കൂടുതൽ എന്നാണ് OTTയിൽ വരുന്നതെന്നൊക്കെ അറിയാൻ കാത്തിരിക്കൂ നിങ്ങൾ. വാഴ 2 എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിട്ട് ഇപ്പോൾ 9 ദിവസമായിട്ടുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച ആവുമ്പോഴത്തേക്കും 9 ദിവസമാണ് വാഴ 2 എന്ന സിനിമ തിയേറ്ററുകളിൽ എത്തിയിട്ട്. 7 ദിവസങ്ങൾ കൊണ്ട് തന്നെ തിയേറ്ററിൽ നിന്ന് വേൾഡ് വൈഡ് ആയിട്ട് 100 കോടി തൂക്കിയിരിക്കുകയാണ് വാഴ ടീം. അപ്പോൾ എന്തായാലും വാഴ 2 എന്ന് പറയുന്ന സിനിമയുടെ ഇന്നത്തെ 9 ദിവസത്തെ കളക്ഷൻ വേൾഡ് വൈഡ് ആയിട്ട് നോക്കുമ്പോൾ 115 കോടി ടു 118 കോടി രൂപ. ഈ കോടിയുടെ ഇടയിലായിരിക്കും സിനിമയുടെ കളക്ഷൻ വരിക. 115 ടു 118 കോടിയായിരിക്കും വേൾഡ് വൈഡ് ആയിട്ട് ഇന്ന് കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ 150 കോടിയിലേക്ക് കുതിക്കുകയാണ് വാഴ 2 എന്ന് പറയുന്ന സിനിമ. ഇനി നമ്മളെല്ലാവരും നോക്കുന്നത് 200 കോടി ആകുമോ എന്നാണ് നോക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ കളക്ഷൻ വിവരങ്ങൾക്ക് വേണ്ടി അടുത്തുള്ള ദിവസങ്ങളിലെ കളക്ഷൻ വിവരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കൂ. വിജയ് നായകനായി വരാനിരിക്കുന്ന സിനിമയാണല്ലോ ജനനായകൻ എന്ന് പറയുന്ന സിനിമ. ജനനായകൻ എന്ന് പറയുന്ന സിനിമയുടെ ഏതൊക്കെയോ കുറച്ച് സീനുകളൊക്കെ ലീക്കായ വിവരം നിങ്ങൾ എന്തായാലും അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. നിങ്ങളോട് പറയാനുള്ളത്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വേറെ ആളുകളിലേക്കും ഷെയർ ചെയ്യാതെ നിൽക്കുക. എന്നാൽ മാത്രമേ അതെന്തായാലും മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യരുത് എന്ന് നിങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ. അതുപോലെ തന്നെ ഈ ലീക്കായ പ്രിന്റുകൾ കാരണം സിനിമയെ ബാധിക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ മിക്കവാറും ഈ സിനിമ ഡയറക്റ്റ് ആയിട്ട് OTTയിൽ ഇറക്കാനായിരിക്കും ഇനി മൂവി ടീം പ്ലാൻ ഇടുന്നത് എന്നാണ് തോന്നുന്നത്. ഇത് ഉറപ്പൊന്നുമില്ല, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയുകയാണ്. ഇനി OTTയിലൊക്കെ വന്നിട്ടൊക്കെ ആയിരിക്കും സിനിമ തിയേറ്ററുകളിൽ എത്താൻ പോകുന്നത് എന്നാണ് തോന്നുന്നത്. ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ് കേട്ടോ. ഇത് എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം. അപ്പോൾ വലിയ രീതിയിൽ സിനിമയ്ക്ക് കളക്ഷന് കുഴപ്പമൊന്നും ഉണ്ടാകില്ല. കാരണം ഇത് വിജയുടെ അവസാന സിനിമ ആയതുകൊണ്ട് തന്നെ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ആയിരിക്കും കാണാൻ ശ്രമിക്കുക. അതുകൊണ്ട് കളക്ഷനിൽ കുറവൊന്നും വരാൻ സാധ്യതയില്ല. അപ്പോൾ ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ആ വീഡിയോ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ആർക്കും അത് ഷെയർ ചെയ്യാതെ നിർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരെ എന്തായാലും ബൈ ബൈ.